ഗംഭീര പടം. മൂവി ത്രൂ ഔട്ട് നല്ല എൻഗേജിംഗ് ആയിരുന്നു. ഒളിച്ചടുക്കി എഡ്ജിലിരിക്കുന്ന ടൈപ്പ് അല്ല, ഡിഫറെന്റ് ടൈപ്പ്. ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലാത്ത ഒരു ക്ലൈമാക്സ്, രസകരമായിട്ടുള്ള ഒരു ക്ലൈമാക്സ്. പടം തുടങ്ങുന്ന മുതൽ അവസാനം വരെ നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട്. ഗൂഗിളും നമുക്കായിട്ട് നല്ല കെമിസ്ട്രി ഉണ്ട്. ആ ഒരു കെമിസ്ട്രി നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. മലയാളികൾ ഏറ്റെടുക്കുന്ന 2025 ആദ്യ മമ്മൂക്ക ചിത്രം ഇത് തന്നെയായിരിക്കും. നല്ല ഫിലിമാണ്. ഞാനാണെങ്കിൽ കട്ട ലാലേട്ടൻ പേരാണ്. പക്ഷേ ഈ ഒരു പടം കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. കുറേ നാളിന് ശേഷം മമ്മൂക്കയുടെ ഒരു ത്രില്ലർ, പ്രത്യേകിച്ച് ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവായിട്ടാണ് പുള്ളി ഇന്നത് ചെയ്യുന്നത്. അപ്പോൾ ഓരോ മിനിറ്റിൽ നമ്മളിങ്ങനെ അടുത്തെന്ത് ആരായിരിക്കും എന്നുള്ളൊരു ആ ഒരു ഇത് പിടിച്ചെടുത്തിക്കൊണ്ട് തന്നെ എനിക്കൊന്ന് ഗൗതം വാസുദേവൻ ആദ്യമായിട്ടായിരിക്കും ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ, ഇങ്ങനെ ഫുൾ ടൈം ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചെയ്യുന്നത്. നല്ല പടം ഒരു പരീക്ഷണ ചിത്രമാണ്. നല്ല പടമാണ്. ക്ലൈമാക്സ് ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പടം തുടങ്ങുന്ന മുതൽ അവസാനം വരെ നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട്. ചെറിയ സെക്കൻഡ് ഹാഫിൽ ചെറിയൊരു ലാഗ് പോലെ ഫീൽ ചെയ്താലും പടം ക്ലൈമാക്സ് കൊണ്ട് അതെല്ലാം കൂടെ ഇതാക്കി തന്നിട്ടുണ്ട്. നല്ലൊരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ്. വളരെ മനോഹരമായി തന്നെ ഒരു പ്രേക്ഷകൻ ചിന്തിക്കാത്ത രീതിയിലാണ് അതിൻ്റെ ക്ലൈമാക്സ് കൊണ്ട് എത്തിയിട്ടുള്ളത്. ത്രില്ലറാണ്, നല്ല ത്രില്ലറാണ്. പക്ഷെ ഭയങ്കര എഡ്ജിലിരിക്കുന്ന ടൈപ്പ് അല്ല, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മൂവി ത്രൂ ഔട്ട് നല്ല എൻഗേജിംഗ് ആയിരുന്നു. സസ്പെൻസ് ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ചിത്രം. നമ്മൾ വിചാരിക്കുന്ന രീതിയിലേക്കല്ല പടം പോകുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ മറ്റൊരു പരീക്ഷണ ചിത്രം, ആറാമത്തെ ചിത്രമാണ്. എന്താ പറയുക, ജനം ഏറ്റെടുത്തു കഴിഞ്ഞാൽ മറ്റൊരു മമ്മൂട്ടി കമ്പനിയുടെ ഹിറ്റ് തന്നെയായിരിക്കും, ഏതൊരു സംശയമില്ല. ഒളിച്ചടുക്കി ഒരു ആരും പ്രതീക്ഷിക്കാത്തൊരു പടമാണ്. ഒരു സംഭവമാണ് ഇത്. മമ്മൂട്ടി കമ്പനിയുടെ വ്യത്യസ്തമായ ഒരു പടമാണിത്. അപ്പോൾ അവസാനം വരെ കണ്ടിരുന്നാൽ നമുക്കത് മനസ്സിലാവുകയുള്ളൂ. ഗൗതം മേനോന്റെ സംവിധായകൻ്റെ കഴിവ് ഈ പടത്തിൽ ഉടനീളം കാണാം. മമ്മൂക്ക വളരെ ഡൊമിനിക്കുന്ന കഥാപാത്രമായിട്ട് വളരെ നന്നായി വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സ് നമ്മൾ വിചാരിക്കാത്തൊരു ക്ലൈമാക്സാണ് ഈ പടത്തിൽ. എന്തുകൊണ്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, ഗൗതം വാസുദേവൻ്റെ എല്ലാ ടച്ചും ഉണ്ട്. നല്ലൊരു സസ്പെൻസ് ത്രില്ലറാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് വാച്ച് ചെയ്യാം. അത് മമ്മൂട്ടി ഗോകുൽ സുരേഷും മമ്മൂക്കയ്ക്കൊപ്പം തന്നെ വളരെ മനോഹരമായി തന്നെ തൻ്റെ കഥാപാത്രം നിർവഹിച്ചു. ഒരു പക്ഷേ ഗൗതം മേനോൻ മമ്മൂക്ക മൂവി മലയാളികൾക്ക് നൽകുന്ന ഒരു പുതിയ ദൃശ്യാനുഭവമായിരിക്കും. മലയാളികൾ ഏറ്റെടുക്കുന്ന 2025 ആദ്യ മമ്മൂക്ക ചിത്രം ഇത് തന്നെയായിരിക്കും. ഒരു മെഗാ വിജയം തന്നെയായിരിക്കും ഈ സിനിമ. തികച്ച് വ്യത്യസ്തമായിട്ട ഒരു പടം തന്നെ. ഫാമിലി എൻ്റർടൈൻമെൻറ്റാണ്. എല്ലാം ഉണ്ട്, മൊത്തത്തിലെല്ലാം ഉണ്ട്. ഏറ്റവും രസകരമായിട്ട് തോന്നുന്നത് കാരണം ഇവർ സത്യം പറഞ്ഞാൽ ഗൂഗിളും നമുക്കായിട്ട് നല്ല കെമിസ്ട്രി ഉണ്ട്. ആ ഒരു കെമിസ്ട്രി നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് മിനിറ്റ് വരെ സെയിം ഇമ്പോർട്ടൻസ് ഗൂഗിളിനും കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിളിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഈ മൂവി ചെയ്തിരിക്കുന്നത്.